ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം ആയിട്ടോ, ഒരു ഈവനിങ് വ്ളോഗാണ്. നമ്മളിപ്പോൾ പൂ പറിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പറമ്പിൽ കൂടിയൊക്കെ പോവുകയാണ്. അപ്പം ഞാനൊരു കവർ എടുത്തിട്ടുണ്ട് പൂ പറിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അതെ, നമ്മൾ പോയിട്ട് വരാം. മെറ്റലൊക്കെ അതാ കാട് മൂടിപ്പോയി. ഇതുണ്ടോ കോളാമ്പിപ്പൂവ്. ഞങ്ങളിതിനെ ഇവിടേക്കൊക്കെ കോളാമ്പിപ്പൂവ് എന്നാണ് പറയുക കേട്ടോ. കോളാമ്പി പോലെയാ ഇരിക്കുന്നത് കണ്ടില്ലേ. ഞങ്ങൾ ഇതിൽ തുപ്പുമൊക്കെ ചെയ്യും. അപ്പം നമുക്ക് ഈ പൂ പറിക്കാം. വീഡിയോ എടുത്തു തരുന്ന ആരും ഇല്ലാത്തതുകൊണ്ട് പൂ പറിക്കുന്നൊന്നും കാണൂല കേട്ടോ. എനിക്ക് നല്ല സങ്കടമുണ്ട് ഒറ്റയ്ക്ക് ആയതുകൊണ്ട്. അത് കാര്യമല്ല അല്ലേ. കണ്ടോ എത്ര മനോഹരമായ പൂവാ നോക്കിയേ. ആ മൊട്ടാണോ പറിക്കേണ്ടത് എനിക്ക് വലിയ നിശ്ചയമില്ല. എന്നാലും ഞാൻ പൂവാണ് പറിച്ചത്. മുട്ട് നാളത്തേക്ക് വിരിയട്ടെ എന്ന് വിചാരിച്ചു. ഇനി പറിച്ച് വെച്ചിട്ട് ഇനി കേടായി പോയാലോ. കോളാമ്പിപ്പൂ ഇത്ര കിട്ടി. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കാട് വെട്ടിയപ്പോൾ ഇവിടെ നിന്നൊക്കെ പോയതാ. ഇനി ഇവിടെയൊക്കെ ഉണ്ട്. അങ്ങോട്ട് നമുക്ക് എത്തൂല, മതിലിടിയും. നമുക്ക് താഴെ കുപ്പയിലെത്തും. ഇപ്പം ചെമ്പരത്തി ഉണ്ടോ? അയ്യോ, ഇപ്പം ചെമ്പരത്തി വേണം. അരിപ്പൂ കിട്ടി. ആ കാലുവേന ഉണ്ടാവൂലേ. കാലുവേദനയിട്ട് തിരെ നടക്കാൻ പറ്റാതിട്ട് അന്നേരം നായ ഉണ്ടായിരുന്നല്ലേ നമുക്ക്. നായ അങ്ങനെ കഴിക്കാൻ പറ്റി. ഒരു പാവം തോന്നുന്നു, സങ്കടമായിപ്പോയി. ഒരു നായനെ കഴിക്കേണ്ടിട്ട് അച്ഛൻ പറഞ്ഞു. പൂ ഉണ്ട്, ഇത് നമ്മൾ പറിക്കുന്നില്ല. കൃഷ്ണമുടി, അത് കൃഷ്ണന്റെ ജട പോലുള്ള പൂവായിട്ടാണ് ഇതിനെ കൃഷ്ണമുടി എന്ന് പറയുന്നത് എന്നാണ് പഴമക്കാർ പറഞ്ഞു കേട്ടോ. എനിക്കറിയില്ല. സണ്ണിൻ്റെ ഉണ്ടോ, നല്ലൊരു ആംബിയൻസ് അല്ലേ. നമുക്കിത് പറിക്കാം. നാളത്തേക്ക് ഇത്രയും പൂക്കൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവുക. ഞാൻ കൊടുവള്ളി വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി പറിക്കാം. ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അത്തം ദിവസത്തിൻ്റെ വീഡിയോ ആയതുകൊണ്ട് കുറച്ചേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ. വീഡിയോൻ്റെ ബാക്കി നാളെ രാവിലത്തെ വീഡിയോയിൽ കാണാം കേട്ടോ.